ഭക്ഷണ സാധനങ്ങൾ കക്കൂസിൽ സൂക്ഷിച്ച ഹോട്ടലുകൾക്കെതിരെ നടപടിയുമായി ആരോഗ്യവകുപ്പ്. പന്തളം, കടക്കാട്ട് ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന 3 ഹോട്ടലുകൾക്കെതിരെയാണ് നടപടി. ചിക്കൻ കഴുകുന്നത് ക്ലോസറ്റിന് മുകളിൽ വെച്ചെന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തില് ആണ് ഈ 3 സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 3 സ്ഥാപനങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികളുടേതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. പന്തളം FHCയുടെ സമീപത്തായിട്ട് മക്ക ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടമുറികളാണ് ഇതെല്ലാം. ടോയ്ലറ്റിനകത്ത് പോലും ആഹാരം പാചകം ചെയ്യുന്ന ഒരു വളരെ ദയനീയമായ സിറ്റുവേഷൻ കാണുകയുണ്ടായി. ആ ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പിടിച്ചെടുത്തിട്ടുള്ളതാണ്. 3 കെട്ടിടങ്ങൾക്കും അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കാനുള്ള ലൈസൻസ് നിലവിലില്ല. മാത്രമല്ല അതീവമായ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ടോയ്ലറ്റുകൾക്കൊന്നിനും ഒരു വൃത്തിയില്ലാത്ത സാഹചര്യമാണ്. രോഗം വ്യാപന സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം ഇതൊരു നമ്മൾ ഇന്ന് കേസെടുത്തേക്കുന്നത് ഒരു തുടക്കമാണ്. ഇനി തുടർച്ചയായ ബാക്കിയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതായിരിക്കും. പന്തളം കടക്കാടുള്ള ഈ പ്രദേശം അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പ്രധാനമായും അവരെ ലക്ഷ്യമിട്ടാണ് ഹോട്ടലുകളായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കറിയാം മറ്റുള്ളവരും ഈ ഹോട്ടലുകളിലെത്തി ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട്. മാത്രമല്ല ഇത് കുടുംബാരോഗ്യ കേന്ദ്രത്തോട് ചേർന്നാണ് ഈ സ്ഥാപനങ്ങൾ 3 പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ 3 ഹോട്ടലുകളിലും ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഈ പന്തളം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപ് ഈ പരിശോധനയ്ക്ക് എത്തുകയും അവർ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് അവർ പറയുന്നത് പരിശോധിക്കാൻ എത്തിയപ്പോൾ. കാരണം ഈ രീതിയിൽ ശുചിമുറികളിലാണ് ഈ ചിക്കനും മറ്റുമൊക്കെ പാചകം ചെയ്തിരുന്നത്. ക്ലോസറ്റിന്റെ മുകളിൽ വെച്ച് ചിക്കൻ കഴുകുക, ആ രീതിയിൽ ചുരുങ്ങിയ ഒരു സ്ഥലം, അതായത് ഈ കെട്ടിട ലൈസൻസിന് അനുയോജ്യമായ കെട്ടിടങ്ങളെ അല്ല അനധികൃതമായ രീതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇപ്പോൾ സംസാരിച്ച ഫാമിലി ഹെൽത്ത് സെന്റർ ഡോക്ടർ അടക്കം പറഞ്ഞതുപോലെ വളരെ മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ 3 ഹോട്ടലുകൾ ഇപ്പോൾ പൂട്ടിച്ചിട്ടുണ്ട്. അത്ര മോശമായ രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ അവിടെ പാചകം ചെയ്യുന്നു. പ്രത്യേകിച്ച് കോഴിയിറച്ചി അടക്കമുള്ളവയൊക്കെയും കൈകാര്യം ചെയ്യുന്നതുപോലെയാണ്. എന്തായാലും കുരമ്പാല, തോന്നല്ലൂർ, ഒപ്പം തന്നെ തോന്നല്ലൂർ സ്വദേശികൾ 2 പേരുടെയും കുരമ്പാലയിലുള്ള ആളുടെയും പേരിലാണ് ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരായിട്ടുള്ളത്, കെട്ടിടങ്ങളുടെ. അപ്പോൾ അവരുടെ ഒരു ബിനാമി ഏർപ്പാടിലോ മറ്റോ ആയിരിക്കണം ഈ അതിഥി തൊഴിലാളികളോട് വന്ന് താമസിച്ച് ഹോട്ടലുകൾ നടത്തുന്നതെന്നാണ് അനുമാനം. അതിൽ അന്വേഷണം ഉണ്ടാകും. നിലവിൽ കേസെടുത്ത് ഈ 3 സ്ഥാപനങ്ങളും 3 ഹോട്ടലുകളും പൂട്ടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇതേപോലെ അതിഥി തൊഴിലാളികൾ നടത്തുന്ന ഹോട്ടലുകൾക്കെതിരെ ശക്തമായ പരിശോധന ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെയും നടപടിക്ക് വേണ്ടി നടപടി ശുപാർശ ചെയ്യുകയും 1-2 ഹോട്ടലുകൾ പൂട്ടിക്കുകയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും ചില സ്വാധീനങ്ങളുമായി ബന്ധപ്പെട്ട് അത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന 3 ഹോട്ടലുകൾ, വളരെ വൃത്തിഹീനമായി കണ്ട 3 ഹോട്ടലുകളാണ് ഇപ്പോൾ നഗരസഭ ഹെൽത്ത്